വാർത്തകൾ നോക്കാം വിശദമായി. അയോധ്യ വിധിയിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറഞ്ഞ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിൽ ക്ഷേത്രം തകർത്തതിന് തെളിവുകൾ ഉണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പ് വിശദമായ റിപ്പോർട്ട് നൽകി യഥാർത്ഥ ചരിത്രങ്ങൾക്ക് നേരെ പലരും കണ്ണടയ്ക്കുന്നു. അയോധ്യ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ച് അംഗമായിരുന്നു DY ചന്ദ്രചൂഡ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്തായാലും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ വിഷയത്തിൽ സത്യങ്ങൾ തുറന്ന് പറയുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അയോധ്യ വിധിയിൽ സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാമാണ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. 2019 നവംബറിൽ അയോധ്യയിലെ സുപ്രധാനമായ വിധി സുപ്രീം കോടതി പ്രസ്താവിക്കുമ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിലെ അംഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. പിന്നീട് അദ്ദേഹം ചീഫ് ജസ്റ്റിസായി വിരമിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അയോധ്യയിൽ ക്ഷേത്രം തകർത്തിട്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അതായത് മസ്ജിദിന് നേരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ സംബന്ധിച്ച് അവതാരകൻ ചോദിച്ചപ്പോഴാണ്, ഒരു സ്വകാര്യ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ DY ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. മസ്ജിദിന് നേരെ വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്, അതിനു മുൻപ് ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ആ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ആരും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. പലരും യഥാർത്ഥ ചരിത്രത്തിന് നേരെ കണ്ണടക്കുകയും അവർക്ക് ആവശ്യമുള്ള കാലഘട്ടം മുതൽ ചരിത്രം തുടങ്ങുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് തെറ്റ് എന്ന കാര്യം കൂടി DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് മസ്ജിദ് ഉണ്ടായത് എന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതിയുടെ 2019 നവംബറിലെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആ വിധി പ്രസ്താവത്തിൽ ഇല്ലാത്ത വാക്യം കൂടി വളരെ കൃത്യമായി DY ചന്ദ്രചൂഡ് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് തുറന്നു കാട്ടുകയാണ്. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഹൈന്ദവരുടെ ഏറ്റവും പുണ്യമെന്ന് കരുതുന്ന, പുരാതനമെന്ന് കരുതുന്ന ആ ഭൂമിയിൽ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ആ വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പുരാവസ്തു ഗവേഷണ വകുപ്പ് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധനയും റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോടതി വിധിക്ക് ഏറ്റവും നിർണായകമായത്, ആ വിധിയെ സ്വാധീനിച്ചതും അവിടെ പുരാവസ്തു ഗവേഷണ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയും ഗവേഷണവും അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുമായിരുന്നു. അയോധ്യയുടെ ചരിത്രം നമുക്കറിയാം. മുൻപ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മഭൂമി, അതിനുശേഷം വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഔറംഗസേബ് തകർത്തുകൊണ്ട് അവിടെയും ക്ഷേത്രം തകർത്തുകൊണ്ട് ആ പുണ്യഭൂമിയിൽ മസ്ജിദ് നിർമ്മിക്കുകയും പിന്നീട് വർഷങ്ങൾ നീണ്ട, നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പും പോരാട്ടവും ഹൈന്ദവർ ആ ഭൂമി ആരാധന നടത്തുന്നതിന് വേണ്ടി നടത്തി. 1992 ആ തർക്കമന്ദിരം അവിടെ കർഷകരുടെയും പ്രയത്നത്താൽ അവിടെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായ തകർന്നു വീണത് അതും ചരിത്രമാണ്. ശേഷം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2019 നവംബറിലാണ് അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനും തൊട്ടടുത്ത് പിന്നീട് മസ്ജിദ് നിർമ്മിക്കുന്നതിനും ഭൂമിയും വിട്ടു നൽകിക്കൊണ്ട് ആ പ്രശ്നം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തീർപ്പാക്കുന്നത്. ആ തീർപ്പാക്കിയ വിധിയിലാണ് അവിടെ വളരെ കൃത്യമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയും പലരും യഥാർത്ഥ ചരിത്രത്തിന് നേരെ കണ്ണടക്കുകയാണെന്നും അവർക്ക് ആവശ്യമുള്ള കാലഘട്ടം മുതൽ ചരിത്രം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ അത് തന്നെയാണ് ജിഷ്ണു. കാരണം അയോധ്യ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിന്റെ അംഗമായിരുന്ന ആളാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, യഥാർത്ഥ ചരിത്രങ്ങൾക്ക് നേരെ പലരും കണ്ണടയ്ക്കുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ചരിത്രം എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അയോധ്യയെ സംബന്ധിച്ച് യഥാർത്ഥ ചരിത്രം എന്താണ് എന്നുള്ളത് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ റിപ്പോർട്ടിനപ്പുറത്തേക്ക് രാജ്യത്തെ ജനങ്ങൾക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് അതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന്മേൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. അവിടെ രാമക്ഷേത്രം വരുന്നതിനുള്ള എതിർപ്പ്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും രാജ്യം ഭരിച്ചിരുന്നവർ അതിൽ ആ ഒരു ചരിത്ര വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചു. പിന്നീട് BJP രാജ്യത്ത് വളർന്നു വന്നപ്പോൾ അതൊരു രാഷ്ട്രീയ അജണ്ടയായി. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം എന്നുള്ളത് BJP രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ഒപ്പം ഹിന്ദു പ്രസ്ഥാനങ്ങൾ, ഹിന്ദു സംഘടനകളോ അതിനപ്പുറത്തേക്ക് ഹൈന്ദവ സമൂഹം, അവർ കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായി, കാലങ്ങളായി രാമജന്മഭൂമിയിൽ അവിടെ പൂർണ്ണ ആരാധന അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ നമുക്ക് മുൻപിലുള്ള ചരിത്ര വസ്തുതകളാണ്. ആ ചരിത്ര വസ്തുതകളും പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ റിപ്പോർട്ടും ഇരുഭാഗങ്ങളിൽ നിന്നുള്ള വാദവും ഇതെല്ലാം വർഷങ്ങൾ നീണ്ട വാദത്തിനൊടുവിൽ ഇഴകീറി പരിശോധിച്ചാണ് സുപ്രീം കോടതി ചരിത്രപരമായ വിധിയിലേക്ക് 2019 നവംബറിൽ എത്തിയത്. അന്ന് തന്നെയും
ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് മസ്ജിദ് ഉള്ളത് എന്ന ആ വിധിയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ആ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇപ്പോൾ പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി തുറന്നു പറയുന്നു. അവിടെയും ആ കാലങ്ങൾക്ക് മുൻപ് ആ ദശരഥ മഹാരാജാവിന്റെ ഭൂമി, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മഭൂമി, അവിടെ നടന്നിട്ടുള്ള പിന്നീട് ചരിത്രപരമായിട്ടുള്ള ഓരോ സംഭവങ്ങളും നമുക്ക് മുൻപിലുള്ളതാണ്. അതിലൊരു വലിയ മാറ്റം വരുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഔറംഗസേബിന്റെ അല്ലെങ്കിൽ രാജ്യത്തുടനീളം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ മേഖല പരിശോധിക്കുമ്പോഴും ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ള ചരിത്രങ്ങൾ രാജ്യത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലുണ്ട്. പക്ഷേ ഹൈന്ദവർ ഏറ്റവും പ്രധാനമായി കരുതുന്ന പുണ്യഭൂമികളിൽ അയോധ്യയും കാശിയും മധുരയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള അധിനിവേശത്തിനെതിരെ നിലയ്ക്കാത്ത പോരാട്ടം കഴിഞ്ഞ കുറച്ചധികം പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി നടന്നു വരുന്നു. അതിൽ അയോധ്യയിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ആ ഭൂമി ഹൈന്ദവ സമൂഹത്തിന് വിട്ടു നൽകി. വാരണാസിയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ ശക്തമായി തന്നെ മുൻപിൽ നിൽക്കുമ്പോഴാണ് അയോധ്യയിലെ ഭൂമിയിൽ, രാമജന്മഭൂമിയിൽ അവിടെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഇത്തരം പരാമർശം അത് വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കും, ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാക്കും. എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? കാരണം ഇതൊരു ചെറിയ തുറന്നു പറച്ചിലല്ല. നമ്മൾ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്ന് വീണ്ടും ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ജിഷ്ണു. രാഖി, തീർച്ചയായും അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അയോധ്യ എന്നുള്ളത് ആ ദേശീയ രാഷ്ട്രീയത്തെ അത്രയധികം സ്വാധീനിച്ചിട്ടുള്ള വിഷയമാണ്. അതിനപ്പുറത്തേക്ക് വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. അതിലൊരു തീർപ്പ് ഇതിനോടകം തന്നെ കൽപ്പിച്ചിരിക്കുന്നു. സുപ്രീം കോടതി 2019 നവംബറിൽ തന്നെ ആ വിധി, ആ ഒരു വിഷയം, പ്രശ്നം തീർപ്പാക്കിയിട്ടുള്ളതാണ്. അവിടെ മുസ്ലിം ഭാഗത്തു നിന്ന് കോടതിയിൽ പോരാടിയിരുന്ന വ്യക്തികൾ പോലും സുപ്രീം കോടതിയുടെ ആ വിധി അംഗീകരിക്കുകയും രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരണം എന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. അത് ജനൻ TV ഉൾപ്പെടെ അയോധ്യയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയങ്ങളിൽ 20-ലധികം ദിവസം ജനൻ TV അയോധ്യയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അതിൽ ഈ ബോർഡിന്റെ ഉൾപ്പെടെ ആളുകളുടെ പ്രതികരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച വിഷയം, അതിലൊരു കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്, യാഥാർത്ഥ്യങ്ങളുടെ തുറന്നുപറച്ചിലാണ്. ഇതൊരു പുതിയ തുറന്നുപറച്ചിലോ അല്ലെങ്കിൽ ഒരു പുതിയ വസ്തുതയല്ല. പക്ഷേ അതിന്റെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് ഈ വിഷയങ്ങളിൽ മുഴുവൻ വിധി കേട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ് തുറന്നു പറയുകയാണ് വളരെ കൃത്യമായി അയോധ്യയിൽ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നു. അയോധ്യയുടെ ചരിത്രത്തിൽ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് മനസ്സിലാക്കുന്നവർക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്കാണെങ്കിലും ആ വിഷയം പഠിച്ചിട്ടുള്ളവർക്കും അത് മനസ്സിലാക്കുന്നു എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ അത് വിസ്മരിച്ചു പോയത്, ആ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചത് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ വിഷയം മുൻപേ തന്നെ വളരെ രമ്യമായി പരിഹരിക്കാമായിരുന്നു. ഇരു വിഭാഗവും, അതായത് മുസ്ലിം വിഭാഗവും ഹൈന്ദവ വിഭാഗവും ചർച്ചകൾക്ക് തയ്യാറായിരുന്നു. എന്നാൽ ആ ചർച്ചകൾക്ക് ഇടം നൽകാതെ ഈ വിഷയം കത്തിച്ചു നിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അന്ന് രാജ്യം ഭരിച്ചിരുന്ന വിവിധ കക്ഷികൾ ശ്രമിച്ചു എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. പിന്നീട് 2019 രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇടപെട്ടുകൊണ്ട് ആ വിഷയം പരിഹരിക്കുകയും 2024 അവിടെ ഭവ്യക്ഷേത്രം, ഹൈന്ദവന്റെ അഭിമാന മന്ദിരം അയോധ്യയുടെ രാമജന്മഭൂമിയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അയോധ്യ രാജ്യത്തിന്റെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമായി മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് അയോധ്യയുടെ മണ്ണിൽ രാമക്ഷേത്രം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന യാഥാർത്ഥ്യം മുൻ ചീഫ് ജസ്റ്റിസും ഒപ്പം അയോധ്യ വിധി പറഞ്ഞ ബെഞ്ചിൽ അംഗവുമായിരുന്ന ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജിഷ്ണു, അയോധ്യ വിധിയിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയാണ് മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അയോധ്യയിൽ ക്ഷേത്രം തകർത്തതിന് തെളിവുകളുണ്ട്. പുരാവസ്തു ഗവേഷണ വകുപ്പ് വിശദമായ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥ ചരിത്രങ്ങൾക്ക് നേരെ പലരും കണ്ണടയ്ക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അയോധ്യ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ച് അംഗമായിരുന്നു DY ചന്ദ്രചൂഡ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.